കൊല്ലത്തും വ്യാപകമായി കള്ളവോട്ട് ആരോപണമുണ്ട്. കുളത്തൂപ്പുഴയിൽ മാത്രം 2 ഇടത്ത് കള്ളവോട്ട് നടന്നെന്നുള്ള പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. കുളത്തൂപ്പുഴ, നെല്ലിമൂട്, കുളത്തൂപ്പുഴ ടൗൺ വാർഡുകളിലെ 1-ാം നമ്പർ ബൂത്തുകളിലാണ് ഇങ്ങനെ കള്ളവോട്ട് എന്നുള്ള പരാതി വരുന്നത്. 2 വോട്ടർമാരെയും പ്രിസൈഡിംഗ് ഓഫീസർമാർ പിന്നീട് ടെൻഡർ വോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കുമ്മൽ പഞ്ചായത്തിലും കള്ളവോട്ട് എന്നുള്ള പരാതി വന്നു. തൃക്കണ്ണാപുരം വാർഡിലെ രാജമ്മയുടെ വോട്ടാണ് മറ്റാരോ രേഖപ്പെടുത്തിയത്. ഉച്ചവരെ കൊല്ലം ജില്ലയിലെ പോളിംഗ് വളരെ ശാന്തമായിരുന്നു. പ്രമുഖരെല്ലാം തന്നെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ വോട്ട് രേഖപ്പെടുത്തി. അതിനുശേഷമാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഉച്ചയ്ക്ക് ശേഷം ആദ്യം അടിപൊട്ടിയത് പത്തനാപുരത്താണ്. LDF UDF പ്രവർത്തകർ തമ്മിലാണ് സംഘർഷമുണ്ടായത്. UDF പ്രവർത്തകൻ 2 വോട്ടുകൾ ഇരട്ട വോട്ടുകൾ ചെയ്തു എന്നാരോപിച്ചായിരുന്നു സംഘർഷം. പോലീസ് ഇടപെട്ടാണ് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചത്. പിന്നീട് ഇങ്ങോട്ട് വന്നത് കള്ളവോട്ടുകളുടെ ഒരു പ്രളയമാണ്. കുളത്തൂപ്പുഴയിൽ ഒരു പഞ്ചായത്തിൽ, കുളത്തൂപ്പുഴ പഞ്ചായത്തിൽ 2 സ്ഥലങ്ങളിൽ കള്ളവോട്ട് നടന്നു എന്നുള്ള പരാതി വരുന്നു. അഞ്ചലിൽ, ഏരൂരിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ പരാതി ഉയർന്നു. പിന്നീട് കൊല്ലം കോർപ്പറേഷൻ താമരക്കുളം ഡിവിഷനിലും കള്ളവോട്ട് നടന്നു എന്നുള്ള പരാതി ഉയർന്നു. വോട്ട് ചെയ്യാനെത്തിയാണ് നെല്ലിമൂട് 16-ാം വാർഡിൽ ക്രമ നമ്പർ 56 എൻ്റെ ഭാര്യയുടെ വോട്ട് മറ്റാരോ ചെയ്തു പോയതായിട്ടാണ് പ്രിസൈഡിംഗ് ഓഫീസർ അറിയിച്ചിട്ടുള്ളത്. സത്യത്തിൽ ഇത്ര വലിയ തിരക്കൊന്നും ഇല്ലാതെ ഈ ബൂത്തിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് അവരാണ് മറുപടി പറയേണ്ടത്. വോട്ടിടാൻ പോയപ്പോഴത്തേക്ക് ആ ലിസ്റ്റ് കൊണ്ട് കാണിച്ചാൽ പറഞ്ഞ് നിങ്ങളെ വോട്ട് നിങ്ങൾ ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ഇട്ടില്ല. അപ്പോൾ അപ്പുറത്ത് അങ്ങനെ ഇരിക്കണം ഒരു കൊച്ചു പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഇട്ടത്. ഞാൻ പറഞ്ഞു ഞാൻ ഇട്ടില്ല. ആ അമ്മേരെ വോട്ട് അമ്മ ഇട്ടേക്കൊണ്ട് ഏതാണ്ട് ബൂത്തിൽ കിടക്കുന്ന. അന്നേരം അവർ പറഞ്ഞ ആണുങ്ങൾ പറഞ്ഞാൽ ഇത് അമ്മേരെ വോട്ടല്ല. ഞാൻ പറയാം ഇത് എൻ്റെ വോട്ടല്ല, എൻ്റെ ഉപ്പുമല്ല. വോട്ട് ചെയ്യാനുള്ള അവകാശം കൊല്ലം പുനലൂർ KSRTC ഡിപ്പോയിലെ ജീവനക്കാർ ഉപയോഗിച്ചത് യാത്രക്കാരെ വരച്ചുകൊണ്ടായിരുന്നു. പൂർണ്ണമായും ജോലി ഒഴിവാക്കി, വാഹന ഗതാഗതം പൂർണ്ണമായി ഒഴിവാക്കി സർവീസുകൾ റദ്ദ് ചെയ്തുകൊണ്ടാണ് ജീവനക്കാർ അവിടെ നിന്ന് വോട്ട് ചെയ്യാനായി പോയത്. അതുമൂലം തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകേണ്ട ഒട്ടേറെ യാത്രക്കാർ ദുരിതത്തിലായി. രാവിലെ വോട്ടിടാൻ ഇറങ്ങിയതാ സാറേ. അടൂരിൽ നിന്ന് വരുക, ഒരൊറ്റ ബസ്സില്ല. ക്യാൻസർ പിടിച്ച് നിൽക്കുന്ന രോഗിയാണ് ഞാൻ. ഈ വണ്ടി ഒന്ന് വിട്ടു തന്നുകൂടാ ഞങ്ങൾക്ക് പോകാൻ. എത്ര ജനങ്ങൾ ഇവിടെ കിടന്ന് വലയുന്നു ഈ വെയിലത്ത് കിടന്ന്. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് പാനക്കോട്ടാണ് നിൽക്കുന്നത്. ബസ് ചോദിച്ചാൽ അവരാരും കറക്റ്റായിട്ടുള്ള കാര്യം പറയത്തില്ല. ബസ് വരണം, പിന്നെ ഉള്ളവർ വോട്ട് ചെയ്യാൻ അവർക്ക് സമയം കൊടുത്തിട്ടുണ്ട്. അവർ പോയി വോട്ട് ചെയ്തിട്ട് വന്നിട്ടേ പിന്നെ വിടത്തോളൂ എന്നൊക്കെ അവർ പറയുന്നത്. കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ആരും ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നില്ല. രാവിലെയൊക്കെ വലിയ ആവേശത്തിൽ നടന്ന പോളിംഗ് അവസാനമായപ്പോഴേക്കും മന്ദഗതിയിലാവുകയും 6 മണിയോടുകൂടി പല ബൂത്തുകളിലും വോട്ടർമാർ ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. എന്നാലും കൊല്ലം കോർപ്പറേഷൻ പരിധിയിലൊക്കെ തന്നെ വലിയ രീതിയിൽ താമരക്കുളം പോലെയുള്ള ഡിവിഷനുകളൊക്കെ തന്നെ വളരെ വൈകിയും വോട്ടർമാരുടെ നീണ്ട നിര കാണാൻ സാധിക്കുന്നതായിരുന്നു. ക്യാമറമാൻ ഷാനാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.